ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വോയിസ് കേൾക്കുന്നുണ്ടോയെന്നും അറിയില്ല കേട്ടോ. നല്ല മഴയാണ് അല്ലേ അല്ലേ പറയേ അപ്പോൾ കണ്ട ഇവിടെ നല്ല വെള്ളം പോണത് കണ്ടില്ലേ. അപ്പോൾ അത്രക്കും നല്ല മഴ തകൃതായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിക്കാൻ കയറിയപ്പോഴാണ് നമ്മൾ അലക്കിയത് തിരുമ്പിയതൊക്കെ നമ്മൾ എടുത്തൊന്ന് വലിഞ്ഞിട്ടുണ്ടാവും ചെറുതായിട്ടിട്ട്. അപ്പോൾ തന്നെ മഴ പെയ്തിക്കണ്. അപ്പോൾ അതവിടെ കിടക്കണു. ഇനി എന്താ ചെയ്യുക? മഴ തോർന്നിട്ട് അതൊക്കെ എടുത്ത് വെക്കേണ്ടി വരും. അതോടെ ഇങ്ങനെ നിൽക്കട്ടെ. ഇനി എന്താ അമ്മാൻ്റെ കുട്ടിക്ക് എന്താ വേണ്ടത്? അപ്പോൾ ഇതിന് കുഞ്ഞ് എണീറ്റിക്കണം കേട്ടോ. ഇനി എനിക്കെന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ടത്? നിങ്ങൾക്ക് ചായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ അസർക്കാണ് എണീറ്റ്. ഇപ്പോൾ കണ്ടില്ലേ, അത് കൂടി വെള്ളം പോകണത് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തുമാതിരി മഴ പെയ്യുന്നുണ്ടെന്ന്. പിന്നെ ഇവിടേക്ക് നോക്കിയാൽ ഇവിടെ മരങ്ങൾ ഉണ്ടാവുകൊണ്ട് അങ്ങനെ അറിയൂല കേട്ടോ. അവിടെ നമ്മളെ വറകുപേരൊക്കെ ഉണ്ട്, അവിടെ അതൊക്കെ ഷീറ്റിട്ടുകാണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ചീവീടുകളുടെ ശബ്ദമുണ്ട്, അതുകൊണ്ടും കറക്റ്റ് നമുക്ക് അറിയൂല. അവിടെ നമ്മൾ ഡ്രാഗണുണ്ട്, അത് നമുക്ക് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇനി ഡ്രസ്സുകളൊക്കെ ഉണങ്ങാനാണ് വളരെയധികം പാട്. കാരണം എന്താ വെച്ചാൽ ഉണങ്ങണില്ലാന്നില്ലേ, അടുപ്പത്തൊക്കെ ഇട്ടുകൊണ്ടാണ് ഉണക്കണത്. ഈ വെള്ളേ ഈ പാടത്തേക്ക് പോവും. പാടത്തുനിന്ന് അരിച്ചാൽ കൂടി നേരെ എങ്ങോട്ടാ പോകുക അറിയോ? ഒരു തോടുണ്ട്, തോട്ടിൽ പോവും. തോടും ഈ അരിച്ചാലും കൂട്ടി യോജിക്കുന്ന ഒരു സ്ഥലം കേട്ടോ. കാണാൻ നല്ല രസാട്ടോ. അത് കുറച്ചങ്ങനെ പാടത്ത് കൂടി അങ്ങനെ പോകണം. ഇത് ഇപ്പോൾ ഇവിടുന്ന് ആ മുകൾ ഭാഗത്തു നിന്ന് വരുന്നതാട്ടോ. ഇത് കണ്ടാലേ നമുക്ക് വിചാരിക്കും ഇത് കൂടി അത് അരിച്ചാലാണെന്നൊക്കെ എഴുതണില്ലേ. പക്ഷെ ഇത് അങ്ങനെയല്ല, അത് മേലെന്ന് ഉള്ള മേലത്തെ റോട്ടിൽ നിന്ന് വരുന്ന വെള്ളാട്ടോ ഇതിലെ പോണത്. അല്ലാതെ ഒരു വഴിയാണത്. ഈ ഇതിൽ കൂടെയുള്ള വെള്ളം ഇനി നേരെ പോണത് അരിച്ചാൽക്കാണ്, അല്ലാതെ ഇത് അരിച്ചാലല്ല കേട്ടോ. അപ്പം ഇനി പോയിക്കാണ്ട് എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നെന്തോ മീറ്റിംഗ് എന്തോ ഉണ്ടായതുകൊണ്ട് ഉച്ചക്ക് നേരത്തെ വിട്ടിക്കണം കേട്ടോ സ്കൂള് അനിയത്തിയുടെ. അപ്പം അതിലൊക്കെ മഴ ഉണ്ടോ അല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. ജീവിതമുള്ള ശബ്ദമൊക്കെ ഉണ്ട്. മഴ ഇങ്ങനെ പെയ്യണത് കണ്ടിരിക്കാൻ നല്ല രസാട്ടോ അല്ലേ? അമ്മേൻ്റെ കുട്ടിക്ക് ഇഷ്ടല്ലേ? എന്താണ് എന്താണ് ഈ കുട്ടിക്ക്? ഇങ്ങനെ പോയ ഡ്രസ്സുകളൊക്കെ എന്താകും എന്നറിയില്ല. ഇന്നലൊക്കെ തന്നെ ഒരു കൂട്ടം അവിടെ കിടക്കുന്നുണ്ട് ഉണങ്ങാതെ. ഇങ്ങനെ ഇട്ടാൽ എങ്ങനെ ഉണങ്ങാല്ലേ? ഇനി ഇതൊക്കെ നല്ലോണം പീഞ്ഞെടുത്തുക്കാണ്ട് നമ്മളെ എന്താ അടുപ്പിൻ്റെ അത് കൂടി അലുവടുപ്പ് ആകൊണ്ട് അതൊരു സുഖമാണ്. പിന്നെ അവിടെയും കുറച്ചൊക്കെ അടുപ്പ് അങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ ഇടേണ്ടി വരും. ഇപ്പം 2-3 ദിവസം അടുപ്പിച്ച് നല്ല മഴ ആയതുകൊണ്ട് ഒരു വെയിൽ പോലും ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങാനത്തെ ഡ്രസ്സുകൾ കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു വിശേഷമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.